ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക വിജയം നേടിയിരിക്കുകയാണ്. ഇന്നലെ റായ്പൂരിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ പരാജയം. ഇതോടുകൂടി തന്നെ 3 മത്സരങ്ങളാകുന്ന ഏകദിന പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരങ്ങൾ വിജയിച്ചപ്പോൾ പരമ്പര സമനിലയിൽ നിൽക്കുകയാണ്. ഇനി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ വിജയിക്കുന്ന ടീമിന് പരമ്പര സ്വന്തമാക്കാം. പരമ്പരയിൽ കഴിഞ്ഞ 2 മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചായിരുന്നു ഒരുക്കിയിരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇരു ടീമിൻ്റെയും ബാറ്റർമാരുടെ ബാറ്റിംഗ് പ്രകടനം കാണുമ്പോൾ തന്നെ നമുക്ക് അത് വ്യക്തമായി മനസ്സിലാകും. അതേസമയം ബൗളർമാർക്ക് പിച്ചിൽ നിന്നും യാതൊരു സപ്പോർട്ടും ലഭിച്ചിരുന്നില്ല. അതുകാരണം മത്സരത്തിൽ ടോസ് വളരെ നിർണായകം തന്നെയായിരുന്നു. പക്ഷേ ടോസിൻ്റെ ഭാഗ്യം ഇന്ത്യക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. തുടർച്ചയായ മത്സരങ്ങളിൽ ഇപ്പോൾ ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം മത്സരത്തിലും ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ആദ്യം ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. എന്നാൽ ബാറ്റിങ്ങിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യ കാഴ്ചവെച്ചത്. ഇന്ത്യയുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലി തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സെഞ്ചുറി നേടുന്നു. ഇന്ത്യയുടെ യുവതാരമായ ഋതുരാജ് ഗെയ്ക്വാദ് ഏകദിന ഫോർമാറ്റിലെ ആദ്യ സെഞ്ചുറി നേടുന്ന കാഴ്ചയും നമ്മൾ റായ്പൂരിൽ കണ്ടു. ഋതുരാജ് ഗെയ്ക്വാദ് 105 റൺസ് നേടിയപ്പോൾ വിരാട് കോഹ്ലി 102 റൺസാണ് നേടിയത്. അങ്ങനെ കൂടാതെ ഇന്ത്യൻ ക്യാപ്റ്റനായ KL രാഹുലും രണ്ടാം മത്സരത്തിന് മികച്ച സംഭാവനയാണ് നൽകിയത്. പുറത്താകാതെ 66 റൺസാണ് താരം നേടിയത്. അതേസമയം ഇന്ത്യൻ ഓപ്പണർമാർക്ക് ബാറ്റിങ്ങിന് അങ്ങനെ തിളങ്ങാൻ കഴിഞ്ഞില്ല. യശസ്വി ജയ്സ്വാൾ 22 റൺസിനും രോഹിത് ശർമ്മ 14 റൺസിനുമാണ് പുറത്തായത്. രവീന്ദ്ര ജഡേജ 24 റൺസുമായി പുറത്താകാതെ നിന്നു. അങ്ങനെ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 358 എന്ന വമ്പൻ സ്കോറാണ് നേടിയത്. എന്നാൽ ഇതിന് മറുപടി നൽകാനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയുടെ 2 സെഞ്ചുറികൾക്ക് അവർ മറുപടി കൊടുത്തത് കൂട്ടായിട്ടുള്ള മികച്ച പ്രകടനം കൊണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി എയ്ഡൻ മാർക്രം സെഞ്ചുറി നേടുന്നു. താരം 110 റണ്ണാണ് നേടിയത്. അതുകൂടാതെ അർദ്ധ സെഞ്ചുറി നേടിയ ബ്രുവീസും മാത്യുവുമൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കൂടാതെ അവരുടെ ക്യാപ്റ്റനായ ടെമ്പ ബാവ 46 റൺസ് നേടി. ഈ 4 ബാറ്റർമാരുടെ മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനത്തിലൂടെ ദക്ഷിണാഫ്രിക്ക 4 പന്തുകൾ ബാക്കി വെച്ചുകൊണ്ട് വിജയ റൺ മറികടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യൻ ബൗളിങ്ങിന് കാര്യമായിട്ടൊന്നും മത്സരത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യൻ ബൗളിംഗ് നോക്കുകയാണെങ്കിൽ അർഷദീപും പ്രസിദ്ധ് കൃഷ്ണയും 2 വിക്കറ്റുകൾ വീതം നേടിയപ്പോൾ ഹർഷദ് റാണയ്ക്കും കുൽദീപ് യാദവിനും 1 വിക്കറ്റാണ് നേടിയത്. ഇന്ത്യൻ ബൗളർമാരെല്ലാം അടി മേടിച്ചു കൂട്ടുന്ന കാഴ്ച തന്നെ നമ്മൾ കണ്ടു. ഇതിൽ ഏറ്റവും അധികം റൺസ് വഴങ്ങിയത് പ്രസിദ്ധ് കൃഷ്ണയായിരുന്നു. ആകെ 8 ഓവറും 2 പന്തും മാത്രമേ താരം എറിഞ്ഞുള്ളൂ. പക്ഷേ 85 റൺസാണ് വിട്ടുകൊടുത്തത്. രണ്ടാം സ്ഥാനത്ത് റൺസ് വിട്ടുകൊടുക്കുന്നതിൽ നിന്നത് കുൽദീപ് യാദവ് ആയിരുന്നു. 10 ഓവർ എറിഞ്ഞ കുൽദീപ് യാദവ് 78 റൺസ് വിട്ടുകൊടുത്തപ്പോൾ ഹർഷദ് റാണ 70 റൺസ് വിട്ടുകൊടുത്തു. എന്നാൽ അല്പം മെച്ചപ്പെട്ട ഒരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് അർഷദീപ് സിംഗ് ആയിരുന്നു. താരം 2 വിക്കറ്റ് നേടുകയും താരം 54 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. അങ്ങനെ ഇന്ത്യ രണ്ടാം മത്സരത്തിലും വലിയ സ്കോർ നേടിയ ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കൻ ബാറ്റ് നിരയെ പിടിച്ചുകെട്ടാൻ കഴിയാതെ പോയി എന്നുള്ളത് കൊണ്ട് മാത്രം മത്സരത്തിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മൂന്നാം മത്സരം വളരെ ആവേശം നിറഞ്ഞ ഒരു മത്സരം തന്നെയാകും. ആരാകും പരമ്പര നേടുക എന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും കഴിയത്തില്ല. കാരണം അത്രയ്ക്കും കടുപ്പമേറിയ മത്സരമാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും നമ്മൾ കണ്ടത്. ദക്ഷിണാഫ്രിക്ക വലിയ വെല്ലുവിളി തന്നെയാണ് ഇന്ത്യക്കെതിരെ ഉയർത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും അടുത്ത മത്സരം വിശാഖപട്ടണത്ത് ശനിയാഴ്ചയാണ് നടക്കുന്നത്. ആ ഒരു മത്സരത്തിൽ ഇന്ത്യ വിജയിച്ച് പരമ്പര സ്വന്തമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.